ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിലുമാകട്ടെ. ഈ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ക്രിസ്ത്യാനിയുടെ ദൈവത്തിൻ്റെ നാമത്തിലൊന്നുമല്ല, ഞങ്ങൾക്ക് ദൈവമുണ്ടെന്ന്. യേശു എന്ന് പറഞ്ഞാൽ വചനമാണ്. ആ വചനം പാലിക്കുമ്പോൾ മാത്രം നമുക്ക് സമാധാനം, സന്തോഷം, സ്വസ്ഥയും കിട്ടുള്ളൂ. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നീ എൻ്റെ വചനം കേൾക്കുമെങ്കിൽ. ഇന്ന് ഞാൻ വായിച്ചത് അങ്ങനെയാണ്, ആവർത്തനം 28 അധ്യായം. അതിലപ്പടി അനുഗ്രഹമാണോ. ഈ വചനം നീ പാലിക്കുമെങ്കിൽ പട്ടണത്തിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ സകല നീ തൊടുന്ന എല്ലാം അനുഗ്രഹിക്കപ്പെടും. നീ അകത്തേട്ട് കിടക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ പുറത്തേട്ട് കിടക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ അനുഗ്രഹം കൊണ്ട് പെരുമഴയാണ്. എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ എല്ലാ ബൈബിൾ ഫുൾ ആദ്യം മുതൽ അന്ത്യം വരെ എങ്ങനെയാണ് യേശു പറഞ്ഞ എങ്ങനെയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കുകയും. ഇതാണ് അപ്പടി. അല്ലാണ്ട് പോയി ഇങ്ങനെ നമ്മളിപ്പോൾ ഇതേ ഇങ്ങനെ ഒരു കുരിശെടുത്ത് ചുമന്ന് ഇങ്ങനെ മലയാറ്റൂർ അങ്ങനെ കളിയാക്കി പറഞ്ഞല്ല. ഞാൻ ക്രിസ്ത്യാനിയായത് കാരണം ഈ യേശു നമ്മളെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഹിന്ദുക്കളെ മുസ്ലിമിനെ നമ്മൾ പറയാൻ പറ്റില്ലോ. നമ്മൾ ആ കഷ്ടപ്പാടൊന്നും കഷ്ടപ്പെടണമെന്ന്. ഞാൻ കഷ്ടപ്പാട് നമ്മൾ കഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അപ്പൻ യേശുമ്പരാൻ ക്രൂശിൽ കയറിയത്. നമ്മൾ ക്രൂശൊന്നും എടുക്കണ്ട. പണ്ടിങ്ങനെ ഒരു കൊച്ചിങ്ങനെ ഇങ്ങനെ കല്ലൊക്കെ പറക്കിയിട്ടിട്ട് മുട്ടുമ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാനും അങ്ങനെയൊക്കെ ഓർക്കാറുണ്ട്. എന്തിനാ എല്ലാം യേശു ക്രൂശി സഹിച്ചത് എനിക്ക് സുഖിക്കാൻ വേണ്ടി. ഞാൻ യേശുവിൻ്റെ വാക്കൊന്ന് കേട്ട് അനുസരിച്ചാൽ മതി. അപ്പം അതനുസരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവിടെ പറയുക, വിശ്വാസം വേണം. വിശ്വസിച്ചാൽ മാത്രം നമ്മളിലേക്ക് ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ. 2 കോരിന്ത്യർ 7:1 പറയും, വാഗ്ദത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, വാഗ്ദത്വം ആ ബൈബിളിൽ പറഞ്ഞ അനുഗ്രഹം എല്ലാം നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമൻഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പം നമ്മൾക്കിടെ ഈ വാഗ്ദത്വങ്ങളിൽ നമ്മളിൽ വന്നെങ്കിൽ നമ്മളുടെ സകല കുശുമ്പും അസൂയയും. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണേ കുറേ വർത്താനമൊക്കെ യേശുപ്പ പിതാവേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെ എനിക്കിങ്ങനെ ആയവരോട് കുശുമ്പ് തോന്നുന്നുണ്ട്, ഇവരോട് ഇങ്ങനെ ദേഷ്യം തോന്നുന്നുണ്ട്, അവരോട് നന്നായി പെരുമാറാൻ സഹായിക്കാവോ പരിശുദ്ധാത്മാവേ അപ്പ. ഇങ്ങനെയൊക്കെ എൻ്റെ പ്രാർത്ഥന. എനിക്കിങ്ങനെ ഒത്തിരി കാണാണ്ടുള്ള പ്രാർത്ഥന ഒന്നും ഇഷ്ടമല്ല. വർത്താനം പറച്ചിലാട്ടോ എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എനിക്കങ്ങനെ എന്നിട്ട് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ യേശു എന്നോട് തിരിച്ച് സംസാരിച്ചതൊക്കെ എനിക്ക് മനസ്സിലാവും. അങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന ശൈലി. അത് തന്നെ ഫോളോ ചെയ്യണമെന്നല്ലട്ടോ ഞാൻ പറയണേ. എപ്പോഴും ദൈവമായിട്ട് വർത്താനം പറയുക. അതിൻ്റെ തിരിച്ചെന്നെ ദൈവം പറഞ്ഞത് കേൾക്കാം. ബൈബിൾ തുറന്ന് വായിക്കാം. ബൈബിൾ തുറക്കണ വഴിയെ നമുക്ക് അസ്വസ്ഥമായതെങ്കിൽ അത് നമ്മളോട് സംസാരിച്ചാല. ഒരാൾ ദൈവം എപ്പോഴും സ്വീറ്റായിട്ടേ നമ്മളോട് സംസാരിക്കുകയുള്ളൂ. നമ്മളുടെ സ്വഭാവമല്ല ദൈവത്തിന്. അപ്പോൾ സ്വീറ്റായിട്ടുള്ളത് നമുക്ക് കിട്ടുമ്പോൾ അതാണ് ദൈവം നമ്മളോട് സംസാരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ മുടിയുടെയാണ്. മുടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും തന്നെ കരാട്ടിൻ ചെയ്യാനാണ്. കരാട്ടിൻ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും അപ്ഡേറ്റ് പ്രൊഡക്റ്റാണ് ബയോടാനിസ്. നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയോ, അത് ഒത്തിരി സൂപ്പറാണ്. നമുക്ക് ഒന്നാമത്തെ കെയർ ഇപ്പം എൻ്റെ ചെയ്യാറായി. അയ്യോ എല്ലാവരും പറയാം മുഖത്തിന് എന്നാ പറ്റിയേ, ഇപ്പോൾ ഫേഷ്യൽ ചെയ്യണില്ല. ഈ മുടി നീണ്ടു കഴിയുമ്പോൾ എല്ലാവരുടെയും ചോദ്യമാണ് മുഖത്തിന് ഏതാണ്ട് പറ്റി ഇങ്ങനെ. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ജൂൺ 7 പൗലോൻ്റെ ബർത്ത്ഡേയാണ്. അത് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസത്തേക്കൊരു പിന്നെ എനിക്ക് ഉടനെ ഒന്നും പരിപാടിയില്ല. പിന്നെ ഉടനെ മുടി ഒന്നുകൂടെ കളറൊക്കെ ചെയ്ത് കരാട്ടും ചെയ്തതിന് മുമ്പ് ഇങ്ങനത്തെ കളറില്ലേ, ഈ കളറൊക്കെ കുറേ അതൊക്കെ മങ്ങിപ്പോയി. അതൊക്കെ ഒന്നുകൂടെ ചെയ്ത് ഇത് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. മുടി കുറേ വെട്ടിക്കളയണം, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ മുടി നമ്മൾ ചെയ്തിടുമ്പോൾ തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ മോച്ചായ എനിക്ക് പറ്റില്ല. മുഖം ഏതാണ്ടായി പോകുകയെന്ന് എനിക്കും തോന്നുക. അപ്പോൾ നമ്മൾ ആ കംഫോർട്ട് പിന്നെ ആ സുഖം ഇങ്ങനെ അങ്ങ് പിടിക്കുമ്പോൾ ഈ ഒഴുകിയുള്ള ഇതിൻ്റെയൊക്കെ എന്ത് ഡ്രൈ ഹെയറാണ്. അപ്പോൾ ഇത് കഴുകിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അപ്പോൾ കഴിക്കുള്ളൂ. ചില ദിവസം പ്രാവശ്യം മാത്രം 2. അപ്പം അങ്ങനെ കഴുകിയിട്ട് പോലും ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ചീപ്പ് തൊടിയിക്കാറുമില്ല. ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ സിൽക്കിയാണ്. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ D3 നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയാലേ ബാക്കി വിറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ പിടിക്കുള്ളൂ. നമ്മൾ വെയിലില്ലാത്തടുത്ത് എൻ്റെ പ്ലാവ് നട്ടിട്ട് ബാക്കിയെല്ലാം പ്ലാവ് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ കാച്ചപ്പോൾ മാവും എല്ലാം കാച്ചു. ഒരു പ്ലാവ് തൈ നട്ടെടുത്ത് ഇത്ര പോലും മുങ്ങിയിട്ടില്ല. അവിടുത്തെ ഇപ്പം മരം വെട്ടിക്കളഞ്ഞപ്പോൾ ഇച്ചിരി പൊങ്ങി തുടങ്ങി. അപ്പം വെയിലില്ലെങ്കിൽ നമ്മുടെ നമുക്കുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നമുക്ക് ആ സൂര്യപ്രകാശം ആ D3 ഒക്കെ ചെന്നാലാണ് എല്ലാ വിറ്റാമിനും നമ്മുടെ ശരീരത്തിൽ പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അമിത വണ്ണം വെക്കും D3 കുറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അങ്ങനെയായിരുന്നു കേട്ടോ. മോണയൊക്കെ കംപ്ലയിൻറ്റ്, പല്ല് കംപ്ലയിൻറ്റ്, തടി വയ്ക്കും, ഹീമോഗ്ലോബിൻ കുറയും. അപ്പോൾ D3 പോയി ടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ മുടി നരയ്ക്കും, എല്ലാം ഒത്തിരി പ്രോബ്ലംസാണ്. D3 ഫോളോ അപ്പ് ചെയ്യണേ. അതിൻ്റെ കാശ് നോക്കി നിങ്ങൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് പല നഷ്ടം വരും. അപ്പോൾ പിന്നെ മുട്ട, ഇലക്കറി, ആരോഗ്യത്തിന് ഫുഡ് കഴിക്കണം. വണ്ണം നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇല്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഡയറ്റിൻ്റെ ഇതിലേക്കൊന്ന് കയറിയാലോ ഒരു 4-5 കിലോ
കുറയ്ക്കണം, വയറൊക്കെ ഇച്ചിരി ചാർന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വയറൊക്കെ വണ്ണം വെച്ചിരുന്ന മോശമല്ലേ, നമ്മളൊരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി റോൾ മോഡലായിട്ടിരിക്കണ്ടേ. എനിക്കും തോന്നി സാരിയൊക്കെ കൊടുത്ത് കാണുമ്പോൾ ഇവിടെയൊക്കെ വണ്ണം, ഒന്ന് ഡയറ്റ് ചെയ്താലോ നോക്കട്ടെ. ഒത്തിരി ഫുഡ് കൺട്രോളിക്കൊന്നും പറ്റില്ല, മുട്ട തിന്നാനാണെങ്കിൽ സമാധാനമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് ആയോ, നമുക്ക് മുടിയൊക്കെ ചെയ്ത് ഫേഷ്യലൊക്കെ ചെയ്ത് എന്നോട് ചോദിച്ചു. എൻ്റെ ഫ്രണ്ടൊക്കെ ഫേഷ്യൽ ഇപ്പോൾ അടുപ്പിച്ച് ചെയ്യാറില്ല, എന്നാൽ സത്യം കേട്ടോ. തിരക്ക് കാരണം ഫേഷ്യലിനൊന്നും പോകാൻ പറ്റുന്നില്ല, മടി ഇച്ചിരി കയറിയേക്കോണോ. ആ ഫേഷ്യൽ ചെയ്ത് അവർക്കറിയാം ഞാൻ ഫേഷ്യലൊക്കെ ചെയ്ത് എപ്പോഴും സുന്ദരിയായിട്ട് കിടക്കണമെന്ന്. ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചുളുക്കുകളൊക്കെ സ്കിന്നൊക്കെ ഒന്ന് നിവരും. എൻ്റെയൊക്കെ ഡ്രൈ സ്കിന്നാണ്. പ്രായം നമ്മൾ 30-40 വയസ്സാകുമ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യണ്ടേ. 30 വയസ്സിൽ താഴെയുള്ളവർ ക്ലീനപ്പ് ചെയ്യുന്ന വെച്ചാൽ മതി. ഫേഷ്യലിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. 40 വയസ്സ് കഴിയുമ്പോൾ മാസത്തിൽ ഒരിക്കലും, 50 വയസ്സ് കഴിഞ്ഞാൽ മാസത്തിൽ 2 അങ്ങനെ അങ്ങ് ഫേഷ്യൽ പോകണം. അപ്പോൾ കളറും ഫേഷ്യലും ഒക്കെ ചെയ്ത് സുന്ദരികളാകുക. കണ്ണാടി വെക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, നല്ല ഡ്രസ്സ് ധരിക്കുക. ഇനി പ്രായമായല്ലോ, എന്ത് പ്രായം, നിൻ്റെ യൗവനം കഴുകണെ പോലെ പുതുക്കി തരാമെന്നല്ലേ യേശുമ്പരാ പറയണേ. നമ്മൾ അയ്യോ അവിടെ വേദന ഇവിടെ വേദന അതൊന്നും കേട്ടോണ്ടിരിക്കരുത്. എനിക്കൊരു വേദനയില്ല, എന്നെ ശക്തനാക്കുന്ന യേശു മാത്രം ഞാൻ സകലത്തിലും മതിയായുള്ള ശക്തിയിൽ നടക്കുക. അപ്പോൾ വീഡിയോസ് കാണുക, പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഹലോ, ഞാൻ ശ്രീ സഞ്ജീവ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ കൃപയാൽ ഇന്ന് ഞാൻ മുടി ചെയ്യാൻ പോണ ആള്. ഇതൊക്കെ കല്യാണം കഴിഞ്ഞ കാലത്താണ് വന്നത്, അതിന് മുമ്പ് സ്കൂളിൽ 3 സുന്ദരികളുടെ വീടാട്ടോ അവരുടെ വീട്. അമ്മയും സുന്ദരിയും അപ്പനും അതായിരിക്കില്ല, 3 സുന്ദരികൾ, 3 കുടുംബമായിട്ട് ഇങ്ങനെ ഒത്തിരി എനിക്ക് അനുഗ്രഹമുള്ള കുടുംബമാട്ടോ. ഒത്തിരി എല്ലാത്തിലും 3 പേരും ഇങ്ങനെ വലിയ കൂട്ടാ. അപ്പോൾ കൊച്ച് ന്യൂസിലൻഡിലല്ലേ, അപ്പം ന്യൂസിലൻഡിലാണ് കൊച്ച്. അപ്പം നേരത്തെ ഇവിടുന്ന് 2 വർഷം മുമ്പ് ചെയ്തിട്ട് പോയത് ഹെയർ ലാസിങ് ആണ്. ഇനി നമ്മൾ കരാട്ടിനെ ചെയ്യുള്ളൂ. ഞാനത്തെ ചെയ്തിട്ട് പോയ കൂടി അതുപോലെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ 2 വർഷം കൊണ്ട് ഇവിടെ വരെ നീണ്ടു വന്നതാണ്. ഇനി നമ്മളിത് കരാട്ടും ചെയ്ത് അതിമനോഹരാകണ കാഴ്ച കാണാം. അപ്പോൾ കരാട്ടും ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ വരില്ല. കരാട്ടിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇങ്ങനെ ഒരു ഡിഫറൻസ്, ഇത്രയും വ്യത്യാസം വരില്ല ചെയ്തതും ചെയ്യാത്തതും തമ്മിൽ. അത് കരാട്ടിൻ്റെ വലിയൊരു ഗുണമാണ്. വാഷ്ഡ് ഔട്ട് ആകാം. അപ്പം നമുക്ക് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. യേശുവിൻ്റെ കൃപയാൽ ഈ മുടി അതിമനോഹരമായില്ലേ നോക്കി. ആദ്യം കണ്ട മുടിയാണോ? നല്ല തിക്നെസ്സൊക്കെ തോന്നണില്ലേ? കരാട്ടിന് ഈ ഹെയർ ലാസിങ്ങിനേക്കാളും തിക്നെസ് തോന്നിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇനി ഇതിന് സിറം പോലും വേണ്ട മെയിൻ്റനൻസിനെ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ നിങ്ങൾ ഇങ്ങനെ മുടിയൊക്കെ നന്നായിട്ട് ചെയ്യുക, അതിമനോഹരമായിട്ട് ചെയ്യാൻ യേശുബ്രാൻ അനുഗ്രഹിച്ചതിന് ദൈവത്തിനെ സ്തുതിക്കുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതിനൊട്ടും തിക്നെസ് ഇല്ലാത്തതെന്ന് ഓർത്തു ദേ, പക്ഷെ നല്ല തിക്കായിട്ട് നല്ല മനോഹരമായിട്ട് കിടക്കണം. ആഫ്റ്റർ കെയർ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അത് അതിനുള്ള ഷാമ്പുവും ഇതുമൊക്കെ നമ്മൾ തരും. നമ്മുടെ അടുത്ത് മേടിക്കുക. പിന്നെ നിങ്ങൾ അത് തന്നെ മേടിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ അടുത്ത് മേടിക്കണമെന്നില്ല, അത് തന്നെ മേടിച്ചുകൊണ്ടിരുന്നാൽ മതി. അത് മുടിക്ക് ഒത്തിരി ഗുണമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ വേഗം വാ. കണ്ടോ നല്ല റിസൾട്ട് കണ്ടോ? ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. ഈ മുടി കണ്ടോ? ഈ മുടി ഇങ്ങനെ ഇരിക്കണേക്കാളും ഇത് ഭയങ്കര ഫ്രിസിയാണ്, ഡ്രൈനെസ്സുമാണ്. ഇതിങ്ങനെ നമുക്ക് കൈയൊക്കെ ഇട്ടാൽ അതിങ്ങനെ ഭയങ്കര. അപ്പോൾ ഈ കരാട്ടിനല്ലാണ്ട് ഇത് പറ്റൂല. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നോ കെമിക്കൽ, ഓർഗാനിക്കാണോ. കരാട്ടിൻ്റെ ഒത്തിരി കമ്പനികളുണ്ട്. നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ചോദിക്കും ഞങ്ങൾ ബോട്ടോസ് ചെയ്ത്. നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് ബോട്ടോസ് ആയിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോൾ നാനോപ്ലാസ്റ്റി ആയി, പിന്നെ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാൻസ്. എൻ്റെ അറിവിൽ ഇപ്പോൾ ഏറ്റവും അപ്ഡേഷൻ അതാണ്, നല്ല റിസൾട്ടുമാണ്. അതാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കാണാം കേട്ടോ. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം കരാട്ടിന് ഓർഗാനിക് തേച്ച് പിടിപ്പിക്കുക. 10-40 വാഷ് അവർ പറയണേ. അപ്പോൾ കഴുകുമ്പോൾ ഈ സൾഫേറ്റ് ഫ്രീ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഭയങ്കര ഇങ്ങനെ കൊള്ളില്ലാത്ത പൊട്ട ഷാമ്പു ഒക്കെ യൂസ് ചെയ്താൽ ബ്ലീച്ചൊക്കെയുള്ള ഷാമ്പു ഒക്കെ കാരം ബ്ലീച്ചും ഒക്കെ ഇട്ടല്ല മിക്ക ഷാമ്പു ചെളി പോകാൻ. അങ്ങനത്തെ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ മുടിയിൽ അത് പോകും. അത് കാരണമാണ് ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ഇതിൻ്റെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ. അല്ലെങ്കിൽ പോലും ഇതിൻ്റെ ആഫ്റ്റർ കെയർ നമ്മൾ മുടി കരാട്ടം ചെയ്തില്ലേ പോലും ഇതിൻ്റെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. താരനൊക്കെ എല്ലാവരും പ്രതിനിധീകരിക്കുമ്പോൾ ഞാൻ ഈ ഷാമ്പു കൊടുക്കണേ. കാരണം അതിന് മോയ്സ്ചറൈസിങ്ങാണ്. അത് തലയോട്ടിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ താരനൊക്കെ പോകും. പിന്നെ താരൻ്റെ ഷാമ്പു ഒക്കെ ഇടുന്നവർക്കേ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആവുക. പിന്നെ അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല.
അപ്പോൾ നമുക്ക് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ എത്തിയാവും. ഹെയർ മേക്കോർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്നത് കേട്ടോ. ആവശ്യത്തിന് മുടിയില്ലേ ഇതിന് വേണ്ടോരു മുടിയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞേ. ഇത് തെറ്റിദ്ധാരണയാട്ടോ. നല്ല വിദ്യാഭ്യാസം ഇവിടെയുള്ള ആൾക്കാരെ എനിക്ക് ഒത്തിരി പേരെന്നോട് പറ്റുണ്ട് പണ്ട് മുടി വെട്ടിയിട്ടുണ്ട് പിന്നെ വളർന്നതിൽ നിന്ന്. എനിക്കും അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ച കാരണം എനിക്കറിയാം. എൻ്റെ മുടി ഇങ്ങനെ പനങ്കല പോലെ ഇരുന്നപ്പോഴാണ് എനിക്ക് പണ്ടും എന്നെ മുടി അറിയില്ലാത്ത ആരുമില്ല. ഫെദർ വെട്ടാൻ ഞാൻ എറണാകുളത്ത് വലിയൊരു ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് പോയതാണ്. ആ പുള്ളി ഇവിടെ കിടന്ന മുടി ഇവിടെ വെച്ചങ്ങ് വെട്ടിയിട്ട് ഫെദറൂടെ വെട്ടിയിട്ട് ഫെദറാണോ ലെയറാണോ ഞാൻ എൻ്റെ കാനഡയിലെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് പോയത്. പുള്ളിക്കാരുടെ മുടി ഇങ്ങനെ ഇവിടെ അമ്മരെ ഫെദർ വെട്ടിക്കിടക്കുക. പുള്ളിക്കാരന് അത് മനസ്സിലായിരുന്നു. പുള്ളി ഇങ്ങനെ വെട്ടി ഇത്ര ഷോർട്ടാക്കിട്ടോ. ഒരു 10-15 വർഷം മുമ്പാണ്. തമ്പുരാനെ എന്നെ കാണാൻ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു കടയട്ടെ. എനിക്ക് കിടന്നാ ഉറക്കയില്ല. രാവിലെ എന്ന് എഴുന്നേറ്റ് നീളുന്നതിന് പകരം ചുരുണ്ട് കയറി. എനിക്ക് ഒട്ടും ചുളിവില്ലാത്ത കൂടി ചുരുണ്ട് കയറി. അയ്യോ, മാനസികമായിട്ട് 1-2 മാസം ഞാൻ അനുഭവിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് സ്ട്രെയിറ്റൻ ചെയ്തപ്പോൾ നല്ലൊരു ഷേപ്പ്, ഭയങ്കര തിക്കുവാലോ. അപ്പം എനിക്ക് പെട്ടെന്ന് മുടി നീട്ടും. അപ്പം നമുക്ക് ആ ടെൻഷൻ വരുമ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യവും ഇങ്ങനെയാട്ടോ. നമ്മുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകൾ നമ്മുടെ മുടിയിലും സ്കിന്നിലും ഒക്കെ വരും. നമ്മൾ ഭയങ്കര സന്തോഷിച്ച് പോവുകയും അപ്പം നമ്മുടെ മുഖത്തിനൊക്കെ ഭയങ്കര ഭംഗി വയ്ക്കും. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയും, ഞാൻ ഹോസ്റ്റലിൽ പോയാൽ ഭയങ്കര രസമാണ്. വീട്ടിലെപ്പോഴും മഴക്കടിച്ച് വെള്ളമടിച്ച് ആങ്ങാമാരും ഹോസ്റ്റലിൽ ചിരിയോട് ചിരിയാലോ. അപ്പോൾ ഇത് കണ്ടോ അതീവ മനോഹരമായിട്ടിരിക്കണുണ്ടോ. എന്ത് ഭംഗിയാ. ഇപ്പം ആവശ്യത്തിന് മുടിയുണ്ട്. അത് ആദ്യം പിടിച്ച മുടിയൊന്ന് ഓർത്ത് നോക്കുക. ഇപ്പം എന്ത് ഒഴുകി കിടക്കണം, അടിപൊളിയായിട്ട് ഒഴുകി ഇങ്ങനെ ഇതൊക്കെ. അതാണ് ആ മുടിയിൽ നമുക്ക് തൊടുമ്പി ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുക. ഇനി ആഫ്റ്റർ കെയറും പിന്നെ നമുക്ക് വൈറ്റ് കെയർ ഉണ്ടെങ്കിൽ നമ്മൾ ലോറിയലിൻ്റെയോ ഷോസ്കോഫിൻ്റെയോ പിന്നെ ഇതെല്ലാം അങ്ങനെ കുറേ കമ്പനികൾ നല്ലതാണ്. ഇതിൻ്റെയൊക്കെ ഡാർക്ക് ബ്രൗൺ, എൻ്റെ അഭിപ്രായം ബ്ലാക്ക് ആട്ടോ എനിക്കിഷ്ടം. എനിക്കിവിടെയൊക്കെ ഡാർക്ക് ബ്രൗൺ വരുമ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ ഉള്ളു നോക്കിക്കില്ല. അപ്പോൾ കളറൊക്കെ ചെയ്യുക എന്നുള്ളതാട്ടോ. ഇങ്ങനെ പല സാധനം തേക്കുമ്പോൾ മുടി റഫാകും. നമ്മുടെ മുടി നമ്മുടെ സ്കിന്നൊക്കെ വിലയേറിയതായിട്ട് കഴിഞ്ഞു കേട്ടോ. ദൈവം തന്നെ എല്ലാം വിലയേറും. നിങ്ങൾ വിലക്കുറഞ്ഞ ചുരിദാർ ഇട്ടോ, അതൊക്കെ ഒന്നും പ്രോബ്ലം ഇല്ല. പക്ഷെ ഇതിന് വിലയേറിയതായിട്ട് കൊടുക്കണേ. അതിന് ബ്രാൻഡ് സാധനം തന്നെ കൊടുക്കണം. കാരണം ഇതൊക്കെ രാജകീയമാണ്, ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പാട്. ഇതിന് നല്ല സാധനമായിട്ട് സ്കിന്നും ഹെയറും ഒക്കെ കൈകാര്യം ചെയ്യാവുള്ളേ. അപ്പോൾ വേഗം രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. മുടി മേക്കപ്പ് എല്ലാം ഉണ്ട്. വേഗം വാ. ശരി എന്നാൽ. ഹലോ, ഈ മാഡത്തിൻ്റെ ഹെയർ മേക്ക് ഓവറിന് വന്നാട്ടോ. ഈ മുടി കണ്ടോ, ഇത് ഫ്രണ്ടൂടെ കാണേണ്ട ആട്ടോ. ഇത് കംപ്ലീറ്റ് പൊട്ടിപ്പോയിക്കുക. ഇതേ കണ്ടോ, ഈ മുടിക്കൊക്കെ ഇത്രയും ലെങ്തേ ഉള്ളൂ. ഇതേ മൊത്തം മുടിയൊക്കെ ലെങ്ത് ഇല്ല. ഇവിടെ നല്ല തിക്കാണ്. ഈ അപ്പടിയും പൊട്ടിപ്പോയിക്കുക. ഒന്നിലെ D3 ഡെഫിഷ്യൻസി, വിറ്റാമിൻ ഡെഫിഷ്യൻസി, ഫ്രസ് ഇങ്ങനെ ആയതൊക്കെ അതിൻ്റെ റീസൺ ആയിരിക്കും. ഇതേ ഇങ്ങനെയാണ് ഈ മുടി ഇപ്പോൾ ഇരിക്കണത്. അപ്പോൾ ഇത് ഈ ഫുൾ ഉള്ള് താഴ്ത്തായിട്ടില്ല, അപ്പടിയും പൊട്ടി കിടക്കും. അതേ മിക്കതിനും നീളം കണ്ടോ, ഇതിനൊക്കെ നീളം ഇവിടം വരെയേ ഉള്ളൂ. അങ്ങനെ എല്ലാം മുടിക്കും. അപ്പോൾ ഇതിങ്ങനെ കരാട്ടിനാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഈ മുടിക്ക് കരാട്ടിനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ മുഖം കാണണമായിരുന്നു. ഞാൻ നല്ല സുന്ദരിയാണ്, ഞാൻ പറഞ്ഞ മുഖം കാണിക്കുന്നത്. ഹെയർ മേക്ക് ഓവർ ഒരു മനുഷ്യൻ എന്ത് ചേഞ്ച് വരുന്നു. ഞാൻ പറഞ്ഞ ഫിലിം സ്റ്റാറിനെ കുറേ ആളുകൾ ഇത് മുഖം കാണിക്കാൻ അതുപോലെ ചേഞ്ച് വരും ആ ഹെയർ മേക്ക് ഓവർ. കാരണം ഇതിങ്ങനെ ഇങ്ങനെ 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 മുൾക്കൈയുടെ പോലെ ഇരിക്കണ്ടേ, അതുപോലെ പൊങ്ങിയിരിക്കണേ. അപ്പോൾ അത് ആ ചേഞ്ച് നമുക്ക് എന്ത് കോൺഫിഡൻസ്, നമുക്ക് തന്നെ ആ ഭയങ്കര ഗ്രാൻഡ് ലുക്ക് തോന്നിക്കും. അപ്പോൾ ഈ മുടി ഇതിൻ്റെ റിസൾട്ട് കാണാൻ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാൻസ് ചെയ്യാൻ പോണേ. ഇതിൻ്റെ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഇവിടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞപ്പോൾ 20 തോന്നിക്കോളെന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടെ കേട്ടോ. എനിക്ക് 15 ഉണ്ടാകുന്നപ്പോൾ 20 ആയോന്ന്. എൻ്റെ ദൈവം എന്തൊരു ഭംഗി. എനിക്ക് ഈ അടുത്ത കാലത്ത് ഇത്രയും ചേഞ്ചുള്ള ഹെയർ മേക്ക് ഓവർ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കാം, നഷ്ടബോധം തോന്നണല്ലേ ദൈവമേ, നേരത്തെ ചെയ്യാം. നാളെ ഭയങ്കര ഹാപ്പി കേട്ടോ. ഞാൻ ചോദിച്ചു, ഇനി ഇങ്ങനെ തോന്നുന്നു, നഷ്ടബോധം തോന്നിക്കും. എനിക്ക് പണ്ടേ ചേർന്നു മുടിയെ ഇങ്ങനെ പിടിക്കാൻ തന്നെ എന്നാ സുഖം. ഇങ്ങനെ ചെയ്യണ്ടോ, ഇത് ഫുൾ ഗ്ലോബൽ കളറിങ് ഇതുപോലെയായി. നമ്മളൊരു മുടി ഗ്ലോബൽ കളറിങ് നല്ല ബ്രാൻഡ് കമ്പനിയുടെയൊക്കെ 7000, 8000, 5000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതേ ഇതിപ്പോൾ ഇങ്ങനെ എന്ത് രസമാണ്, ബ്രൗൺ ഷെയ്ഡും കണ്ടോ. മുടി ഇതേ ആവശ്യത്തിനുള്ളും ഒക്കെ തോന്നി. പൊട്ടിയതൊന്നും അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ഇത് എല്ലാം നല്ല ഭംഗിയിൽ കിടപ്പ് കണ്ടോ.
ശരിക്കും മുഖം കൂടെ കാണിക്കണ്ട. മുഖം കാണിച്ചാൽ തന്നെ പറയുമ്പോൾ മുഖം കാണിച്ചത് എന്താ ചേഞ്ചിൻ്റെ എൻ്റെ ദൈവം ഒന്നും പറയണ്ട. അങ്ങനെ പൊങ്ങിയിരുന്നൊക്കെ മാറി ആശാത്തിക്ക് ഇങ്ങനെ വികസിച്ച് നിന്നിട്ട് അങ്ങനെ ഒട്ടലും വന്നിട്ടില്ല. ഭയങ്കര രസമായി എൻ്റെ ദൈവം, എന്ത് രസം. ഇപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ളവരൊക്കെ ചെയ്ത് കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കും എൻ്റെ ദൈവമേ പണ്ടേ ചെയ്യായിരുന്നു. നമ്മളിങ്ങനെ ഈ പല്ലൊക്കെ കെട്ടി മുല്ലമുട്ട് പോലെ ഇരിക്കുന്ന മനുഷ്യർ നമ്മൾ പല്ല് കെട്ടണേന് അയ്യോ പല്ല് പറിക്കുമ്പോൾ തലവേദന എടുത്താലോ കെട്ടി ഇങ്ങനെയൊക്കെ പലതും പല്ല് കെട്ടിക്കാണ്ടിരിക്കും. ഞാനൊക്കെ അങ്ങനെ പറ്റിയതാ. എന്നിട്ട് ആ പല്ല് കെട്ടിക്കുന്നവരെ ആ മുല്ലമുട്ട് പോലെ നിരയെത്താ പല്ല് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും. അപ്പം നമുക്കെല്ലാം ഈ ദൈവം തന്നതിന് പല്ല് പൊങ്ങണത് ദൈവത്തിൻ്റെ കുഴപ്പമില്ല, നമ്മൾ വായി പൊളിച്ച് കിടന്നട്ടാ. പല്ല് ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വന്ന് നമ്മൾ വൃത്തിയായിട്ട് പല്ല് കൊണ്ടു നടക്കാത്ത ദൈവം തന്നെ എല്ലാം നന്നായിട്ട് മനോഹരമായിട്ട് കൊണ്ടുവരുന്ന ഒരു പല്ല് ആർട്ടിഫിഷ്യൽ പല്ലിൻ്റെ ഒക്കെ വില തന്നെ അതിന് ഈ ഭംഗിയുണ്ട്. അതുപോലെ കെയർ എല്ലാം അതെ ദൈവം തന്നതിനോട് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റില്ല. അതെല്ലാം മനോഹരമായിട്ട് കീപ്പ് ചെയ്യുക. ഈ മുടിയൊക്കെ ഇപ്പോൾ കരാട്ടിനൊക്കെ ദൈവം കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധി തന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റോ ഇങ്ങനെ ഈ ഹെയർ ആവുമോ ഇങ്ങനെ മുടിയുള്ളവർക്ക് കുറേ എണ്ണ തേച്ച് അവർ ഒതുക്കലല്ലാണ്ട് പറ്റൂല. ആ ഇങ്ങനെ പണ്ട് മുതൽ ദൂരം എണ്ണയായിരിക്കും എന്ന് പറയാം. ഇവിടെ ഇങ്ങനെ ചുരുണ്ട് ഫ്രസി ആയിട്ട് ഇങ്ങനെ ഈ സെയിം മുടിക്കാർ വരുമ്പോൾ ഇത് പിന്നെ പുറത്തായതുകൊണ്ടായിരിക്കും അത്ര എണ്ണ തേച്ചിട്ടില്ല. മറ്റേ അവർ 2 കിലോ എണ്ണയെങ്കിലും തലയെ വെച്ചോണ്ടാണ് വന്നെ. കാരണം അതിനെ ഇരുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആൾ തിരിച്ചറിയാൻ പറ്റാതെ എഴുന്നേറ്റിരിക്കും. അപ്പം അല്ലെങ്കിൽ സിറം കൊണ്ടൊക്കെ ഒരു പരിധിയില്ലേ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടു അതിമനോഹരമായി. ഏറ്റവും നമുക്കിടെ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ കുറച്ച് ദിവസം ആദ്യമൊക്കെ എനിക്ക് മുടി ചെയ്തപ്പോൾ ഞാൻ വെറുതെ മുമ്പിൽ നിന്ന് മാറാതെ എപ്പോഴും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇന്നലെ ചുമ്മാ എൻ്റെ മുടിയൊന്ന് സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇങ്ങനെ ചുമ്മാ കണ്ണാടിയുടെ മുമ്പിലൊക്കെ അതിന് നമ്മൾ നോക്കൂലോ. നമ്മളുടെ ഓരോ ചേഞ്ചുകളൊക്കെ വരുമ്പോൾ ഞാൻ ചുമ്മാ മുടിയുടെ ഫ്രണ്ടൊക്കെ ഇച്ചിരി ഷോർട്ടാക്കിയത് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണേക്കാളൊക്കെ ഇച്ചിരി പ്രായക്കുറവ് തോന്നിക്കില്ല. ഇങ്ങനെയൊക്കെ കാണിക്കാൻ നമ്മൾ അങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ വയസ്സ് ലുക്കി നടക്കണം. നിന്റെ യൗവനം കഴുകനെ പോലെ ബുദ്ധി തരാതെ ബൈബിളിലുണ്ടല്ലേ സ്വർഗീയ പിതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിൽ നമ്മൾ വിശ്വസിക്കണം. എനിക്കിങ്ങനെ പ്രായം കൂടി നടക്കാനും താല്പര്യമില്ല. എപ്പോഴും നമ്മുടെ മനസ്സ് ഇങ്ങനെ പോകണം. എനിക്ക് ഇച്ചിരി മനസ്സ് പഴയ അത് പോടില്ലേന്നാ. എപ്പോഴും നമ്മൾ ഫേഷ്യൽ ചെയ്യണം, നെയിൽ പോളിഷ് എൻ്റെ കയ്യിലൊന്നും നെയിൽ പോളിഷ് ഇടാൻ ഒന്നും ഇട്ടിട്ടില്ല. അതൊക്കെ നമ്മളതിലൊക്കെ ഭയങ്കര ശ്രദ്ധാലുവാണ്. പെഡിക്യൂർ ചെയ്യണം, ഫേസൊക്കെ ശ്രദ്ധിക്കണം, സ്കിന്ന് ശ്രദ്ധിക്കണം, വിറ്റാമിൻ ഗുളിക കഴിക്കണം, D3 ടെസ്റ്റ് ചെയ്യണം, പച്ചക്കറികൾ ഇലക്കറികൾ കഴിക്കണം, കണ്ണൊക്കെ തിളങ്ങണം, രക്തമൊക്കെ നിറഞ്ഞു ഇങ്ങനെ അതൊക്കെ. ചുണ്ടൊക്കെ ചുമക്കും. എനിക്ക് അയൺ കുറയുമ്പോൾ ചുണ്ട് കറക്കും. അയൺ ഗുളികയൊക്കെ കഴിക്കുമ്പോഴും ചുണ്ട് ചുമക്കും. അപ്പോൾ ആ രക്തം ഉണ്ടെങ്കിൽ രക്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും. അപ്പോൾ ഇത് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? അയ്യോ ചെയ്തത് ഇഷ്ടപ്പെട്ട് തലയൊക്കെ കുരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിമനോഹരമായിട്ടുണ്ട്. ഇങ്ങനെ മുടിയുള്ളവരെല്ലാം പോലെ ഒന്നും വിഷമിക്കേണ്ട. അതേ നിങ്ങളുടെ മുടി എല്ലാവരുടെക്കാളും ബെറ്ററായിട്ട് ഇങ്ങനെ സൂപ്പറായിട്ടൊക്കെ എല്ലാവർക്കും ഒരു ഒട്ടലൊക്കെ വരുന്നത്. ഇത് അങ്ങനെയും വരില്ല. നിങ്ങൾക്ക് മുടി ഒതുങ്ങുമ്പോഴായിരിക്കും ഏറ്റവും ഭംഗി. അപ്പോൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കൂ. അപ്പോൾ എല്ലാ ദേഷ്യപ്പെടാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റുക. ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ കൃപയാൽ സെലസ്റ്റി ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറാട്ടോ. മുടി ഇങ്ങനെയാണ് കിടക്കണേ. കൊച്ചൻ പക്കാ ന്യൂജനാണ്. ഒത്തിരി സ്ട്രെയിറ്റ് അങ്ങനെയൊന്നും വേണ്ട, ഇങ്ങനെ വേണ്ട, നാച്ചുറാലിറ്റിയുടെ ആളാട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കരാട്ടിനാണ് എപ്പോഴും നല്ലത്. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഓർഗാനിക്കാണ്, ഒരു കവറിങ്ങേ വരുള്ളൂ. മുടി ഇങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനെ നമുക്കുണ്ടാകണ മുടി പോലെ കിടക്കുള്ളൂ. ഇത് ട്രീറ്റ് കെയർ പോലെ വരില്ല. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് ചെയ്ത് കഴിഞ്ഞുള്ള അതിമനോഹരമായ വീഡിയോയിലാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ആൾക്ക് ടെൻഷനൊക്കെ മാറിയിട്ടോ. മുടിയൊന്നും ഇല്ലെന്നും പറഞ്ഞായിരുന്നേ. അപ്പോൾ മുടി വേണ്ടതില്ലേ. യേശുവിൻ്റെ കൃപയാൽ എല്ലാവർക്കും ഇത്ര മുടിയൊക്കെ അല്ലേ ഉള്ളൂ. ഈ ഉള്ള മുടിയൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചാൽ മതി. ഇഷ്ടം പോലെ മുടിയുണ്ട്. ചെറുതായിട്ടൊന്നും നീളം കുറച്ചായിരുന്നു. ഹൈറ്റൊക്കെ ഉള്ള കാരണം ഇങ്ങനെ അധികം നീളം കുറച്ചില്ല. നല്ല സിൽക്കി ആയിട്ട് ഫ്രണ്ടും വലിയ കുഴപ്പമില്ല കേട്ടോ. എൻ്റെയൊക്കെ ചെയ്യുമ്പോൾ ഒട്ടും ഇതിനൊന്നും അങ്ങനെ ഒരു ചേഞ്ച് എനിക്ക് ഫ്രണ്ടിൽ നോക്കിയിട്ട് ഒരു വ്യത്യാസവും മുഖത്തിന് ചേഞ്ച് വന്നില്ല. എനിക്കൊക്കെ 2-3 ആഴ്ച എൻ്റെ മുഖത്തിൽ ഇങ്ങനെ ഒരു തലയ്ക്കൊരു പ്രോബ്ലം കാരണം, തലയ്ക്ക് പ്രോബ്ലം ആയിട്ട് കഴിച്ചു നാട്ടിൽ ഷേപ്പിന് പ്രോബ്ലം കാരണം എൻ്റെ പിതാവി. അപ്പോൾ പക്ഷേ മുടി ചെയ്ത് ഇഷ്ടപ്പെട്ടു. അപ്പം രീതിയുടെ കൊടുക്കണം. എൻ്റെ അമ്മയാട്ടോ ബലമായിട്ട് ഒരു ആൻറ്റിയും കൂടെ കൂടി നിർബന്ധിച്ച് ബലമായിട്ട് 2 എണ്ണോടെ ഇത്രയും സാധാരണ മക്കൾ നിർബന്ധിച്ച് ഇവിടെ അമ്മമാർ സമ്മതിക്കണേ. ഇത് അവർ ഫോഴ്സ് ചെയ്ത് എൻ്റെ പൊന്നെ ഒരു ഇടിയുടെ വെച്ചിരുന്നു. എന്നിട്ട് പറയും അപ്പം ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ഈ കൈകാര്യം ചെയ്യാനാണ് ഏറ്റവും സുഖം.
മുടി ഇങ്ങനെ കിടന്നോളൂ 5-8 മാസം. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഉണങ്ങുമ്പോൾ ഇങ്ങനെ കിടക്കും, ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചീക പോലും വേണ്ട. പക്ഷെ എന്നാലും ഇങ്ങനെ ഒന്ന് ചീയിക്കോ, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വർദ്ധിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തോ. അപ്പോൾ നമുക്ക് മുടി ഇങ്ങനെ ചീകുമ്പോഴൊക്കെ നല്ല ഇങ്ങനെ ആ ഒരു ഇങ്ങനെ ഉരുണ്ട ഒരു ഇതില്ലേ, അത് വെച്ച് ചെയ്യാൻ മതിയില്ല. ഇങ്ങോട്ട് ചീകിട്ട് എൻ്റെ തല പോകണം. അപ്പോൾ അങ്ങനെ ചീപ്പും കൊണ്ടൊന്ന് ചീവ് അല്ലെങ്കിൽ മസാജ് ചെയ്താൽ ബ്ലഡ് സർക്കുലേഷൻ, അത് മുഖത്തിനും തലയ്ക്കും ഒക്കെ നല്ലത്. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഈ മുടിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്ത് സുഖം. ഇനി ചെയ്യണ്ട പിടിക്കണ്ട, എപ്പോഴും ഇങ്ങനെ മുടി ഇങ്ങനെ കിടക്കും. ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇതിങ്ങനെ ചെയ്ത് പഠിച്ചാൽ ജോലിക്ക് പോകുമ്പോഴൊക്കെ സുഖ വഴി. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം വന്നേരെ. ഇത് കരാട്ടിനാണ് ചെയ്തത്. കരാട്ടിൻ എല്ലാവരും പറയും ഞാൻ ആ കരാട്ടിനാണ് ചെയ്തത്. കരാട്ടിന് ഏറ്റവും അപ്ഡേഷനാണ്. നാനോ ഫുൾസ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആണ് ഈ കൊച്ചിന് ചെയ്തേക്കണേ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ സൂപ്പർ സംഭവം. അന്ന് 2-3 മണിക്കൂർ വേണ്ടോ, പെട്ടെന്ന് പോരെ. അപ്പോൾ ശരി, ഈ ആഴ്ച ഇനി 2-3 ദിവസമേ ഉള്ളൂ. 50% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് വായോ. അപ്പോൾ ശരി, എല്ലാവരും യേശുമ്പരാൻ അനുഗ്രഹിക്കട്ടെ.